നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 മിഥുനമാസം 5 അതായത് ശകവർഷപ്രകാരം 1947 ജ്യേഷ്ഠമാസം 29 വ്യാഴാഴ്ചയും കൃഷ്ണപക്ഷ അഷ്ടമിയും ഉത്രട്ടാതി നക്ഷത്രവും വരുന്ന ദിവസം പന്നിക്കരണത്തിൽ സൗഭാഗ്യ നിത്യയോഗത്തിൽ ഉത്തരായന കാലം ഗ്രീഷ്മ ഋതുവിൽ 19/6/2025 സൂര്യോദയം വന്നിരിക്കുന്നത് 6:09 AM സൂര്യ അസ്തമനം വന്നിരിക്കുന്നത് 6:44 PM രാഹുകാലം 2 PM മുതൽ 3:35 PM വരെയും ഗുളികകാലം 9:17 AM മുതൽ 10:51 AM വരെയും യമകണ്ഠകാലം 6:09 AM മുതൽ 7:43 AM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:02 PM മുതൽ 12:24 PM വരെയും 12:28 PM മുതൽ 12:50 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമമാകട്ടെ ചിങ്ങം കൂറുകാർക്ക്. ഇനി നമ്മളുടെ ഈ ദിവസം വ്യാഴാഴ്ചയായതുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രവും രാശിയാധിപനും വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഏറ്റവും ശുഭകാര്യങ്ങൾ ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമമായ ദിവസം. അഷ്ടമി തിഥി ആയതുകൊണ്ട് അതിലേറെ പുണ്യമുള്ള ദിവസമാണ്. അപ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുവാൻ സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രയീശനെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. രാജഗോപാല മന്ത്രം ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, വിഷ്ണു അഷ്ടോത്തരം പാരായണം ചെയ്യുന്നത്, ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ 108 പ്രാവശ്യം ജപിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ്. മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഏറ്റവും ഉചിതമായ രീതിയിൽ പ്രാർത്ഥനകൾ ചെയ്ത തീർച്ചയായും എല്ലാവിധ സൗഭാഗ്യങ്ങളും കുടുംബത്തിൽ വന്ന് നിറയും. ദീപം തെളിച്ച് ഗുരുവായൂരപ്പനെത്തിരി കൽക്കണ്ടവും ത്രിമധുരവും ഒക്കെ വച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. എല്ലാ നന്മകളും വന്നു ചേരട്ടെ. രാശിഫലം പറയുന്നത് അല്ലെങ്കിൽ രാശി ഗ്രഹനില കാരണം ഉദയവും സൂര്യനും ബുധനും ഗുരുവും മിഥുനൻ രാശിയിൽ, ചന്ദ്രനും ശനിയും നിൽക്കുന്നത് മീനം രാശിയിൽ, ചൊവ്വ നിൽക്കുന്നത് ചിങ്ങം രാശിയിൽ കേതുവിനോടൊപ്പം, അതിൻ്റെ കൂടെ ഗുളികോദയവും ഉണ്ട്. ഇനി നമുക്ക് ശുക്രൻ നിൽക്കുന്നത് മേടൻ രാശിയിൽ തന്നെ, സർപ്പി നിൽക്കുന്നത് കുംഭ രാശിയിൽ. ഉദയം ബുധൻ ഗുരു പിന്നെ സൂര്യൻ മിഥുനത്തിൽ, ചിങ്ങത്തിൽ ചൊവ്വയും കേതുവും ഗുളികോദയവും, പിന്നെ മീനത്തിൽ ചന്ദ്രനും ശനിയും, മേടത്തിൽ ശുക്രൻ, കുംഭത്തിൽ സർപ്പി. ഇതാണ് ഗ്രഹനില. ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രങ്ങൾക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഇടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി പൊതുവിൽ മെച്ചമായിരിക്കും. ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനിടയാകും. വാഹന സംബന്ധമായ ദുരിതങ്ങൾക്ക് സാധ്യത തെളിയുന്നു. സന്താനങ്ങൾ മൂലം അല്പം മനസുഖം കുറയും. ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങും. ശാരീരികമായ അലട്ടലുകൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. നല്ല വിദേശ അവസരങ്ങൾ ലഭിക്കും. പ്രിയജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് മതിപ്പുണ്ടാക്കിയെടുക്കും. വിവാഹ തടസ്സങ്ങളൊക്കെ മാറും. പുതിയ ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെടും. രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ നന്മകളും വന്നു ചേരുന്നതിന് സഹായകമാകും. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാവും. ചികിത്സകളിൽ നല്ല ഫലം കണ്ടു തുടങ്ങും. ആത്മവിശ്വാസം കൂടും. മാറ്റിവെച്ച കാര്യങ്ങൾ ഉടനെ തന്നെ നടത്താനാവും. വീട് പുതുക്കി പണിയും.
പുതിയ കോഴ്സ് പഠിക്കാൻ ചേരും. ഭൂമി വിൽക്കാനും വാങ്ങാനുമുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. മാതാപിതാക്കളുടെ കാര്യങ്ങളിലുള്ള ആശങ്കകൾ നീങ്ങും. തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാകും. വ്യാപാര രംഗങ്ങളിൽ നേട്ടമുണ്ടാവും. വേണ്ടപ്പെട്ടവരുടെ തെറ്റിദ്ധാരണകൾ മാറും. നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരികെ ലഭിക്കും. യുവാക്കൾ പ്രേമബന്ധത്തിൽ അകപ്പെട്ട് കൂടുതൽ വിഷമത്തിന് ഇടയാവും. വിദ്യാർത്ഥികൾക്ക് ഈ ദിവസം അനുകൂലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രതീക്ഷകൾ പൂവണിയുന്ന ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകുവാൻ രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കുറയും. വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടും. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ പ്രതികൂലമാകും. പൊതുരംഗത്ത് പ്രവർത്തിച്ച് വിജയസാധ്യത ഉറപ്പിക്കാം. യാത്രാവേളകളിൽ ധനനഷ്ടം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപകട ദുരിതങ്ങളിൽ നിന്ന് ഈശ്വരാധീനത്തിൽ രക്ഷപ്പെടും. വിദേശയാത്രകളിൽ കൂടി സാമ്പത്തിക ഉന്നതിക്കുള്ള വഴികൾ തുറന്നു കിട്ടും. തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പണച്ചിലവ് വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനും സ്ഥലം മാറ്റവും ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പിന്തുണ വർദ്ധിക്കും. വിഷ്ണുക്ഷേത്രത്തിൽ പാലഭിഷേകം കഴിക്കുന്നത്, പാൽപ്പായസ നിവേദ്യം കഴിക്കുന്നത്, ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും. നിയമ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇഷ്ടകാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം വന്നു ചേരും. ഏത് കച്ചവടക്കാർക്കും അല്പം നല്ല സമയമാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ പുഷ്ടിപ്പെടും. ദീർഘവീക്ഷണത്തോടെ ഭാവി സുരക്ഷിതമാക്കും. പഴയ ചില കാര്യങ്ങൾക്ക് പുനർജീവൻ നൽകും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കും. കടബാധ്യതകൾ വർദ്ധിച്ചു വരും. തൊഴിൽ രംഗത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്പം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ഏത് സംരംഭത്തിലും പണം മുടക്കിയാലും അല്പം ധനനഷ്ടം പ്രതീക്ഷിക്കാം. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുന്നതിനും കഷ്ടതകൾ ഒഴിവാക്കുന്നതിനുമായി രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുന്നത് ശുഭമായിരിക്കും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശ്രേയസ് ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കൈവരും. സാമ്പത്തിക വിഷമതകൾ മാറും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും. ഭാവിയിൽ ഗുണകരമാകുന്ന ചില സംരംഭങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും. കർമ്മരംഗം ഗുണകരമാവും. വരുമാനം വർദ്ധിക്കും. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണി ആവശ്യമായി വരും. അന്യദേശത്ത് ജോലിക്കായി പരിശ്രമിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. വാണിജ്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ഭൂമി വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും. വിനോദയാത്രയിൽ പങ്കുചേരും. കായികമായ പുരോഗതി പ്രതീക്ഷിക്കാം. സുഹൃത്ത് സമാഗമങ്ങൾ സന്തോഷകരമാവും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുവാൻ രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകൾ പുതിയതായി ആരംഭിക്കും. കടബാധ്യതകൾ അല്പസ്വല്പം പരിഹരിക്കും. വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയുവാനിടയുണ്ട്. കരുതിയിരിക്കുക. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള സമയം ആഗതമായി. ഉദരരോഗങ്ങളെ കരുതിയിരിക്കണം.
ഉത്സവങ്ങളിൽ പങ്കുകൊള്ളുവാനും യോഗം കാണുന്നു. സന്താനങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. കുടുംബ സൗഖ്യം അനുഭവിക്കും. മനസ്സമാധാനം കുറയുന്നതിനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും അതീവ ശ്രദ്ധ ആവശ്യമായി വരും. മംഗള കാര്യങ്ങളിൽ പങ്കെടുക്കും. ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും. വ്യവഹാരങ്ങളിൽ വിജയിക്കും. ജോലിയിൽ സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യവും ലഭിക്കും. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനൂടെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സന്താനങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും. ഉത്സവാദികളിൽ പങ്കുകൊള്ളും. അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. കുടുംബത്തിൽ അല്പസ്വല്പം അരിഷ്ടതകൾ സംഭവിച്ചേക്കാം. മധ്യസ്ഥത നിൽക്കേണ്ട അവസരം വന്നു ചേരും. ദൂരയാത്രകൾ നടത്തേണ്ടതായി വരും. വ്യാപാരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായും വരും. മാതാവിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ നന്നേ പ്രയാസപ്പെടും. തൊഴിൽപരമായ ആനുകൂല്യങ്ങൾ ലഭിക്കും. മാതാപിതാക്കളുടെ സ്വത്ത് ഭാഗം വച്ച് കിട്ടും. പെട്ടെന്ന് യാത്രകൾ ആവശ്യമായി വന്നേക്കാം. പല രംഗത്തും ഉയർച്ചയുണ്ടാകും. സാമ്പത്തിക രംഗത്ത് വഴിത്തിരിവുകൾ ഉണ്ടാവും. അംഗീകാരങ്ങൾക്ക് സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് പുതിയ ഇടപാടുകാരെ ലഭിക്കും. വീട് നവീകരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി തന്നെ അനുഭവിക്കുവാൻ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി സ്തുതിക്കുമ്പോൾ, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച സർക്കാർ സഹായങ്ങൾ ലഭിക്കും. സ്നേഹബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നു ചേരും. ആരോഗ്യസ്ഥിതി അല്പം മോശമാവും. മനസ്വസ്ഥതയും അല്പം നഷ്ടപ്പെടും. പ്രിയജനങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. വീട്ടുകാര്യങ്ങൾ യഥായോഗ്യം നിറവേറ്റുവാൻ സാധിക്കും. രക്ഷിതാക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുമെങ്കിലും ഒന്നും തികയാത്ത ഒരവസ്ഥ വരും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. മനസ്സിന് വിഷമം വരുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടായാൽ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കണം. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. യുവാക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാവും. മേലധികാരികളുടെ സഹായം ലഭിക്കും. മാതൃസ്വത്ത് അധീനതയിലാവും. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നു. സുഹൃത്തുക്കൾ അകലം പാലിക്കുവാൻ ഇടയുണ്ട്. മനസ്സമാധാനം കുറയുന്നതിനും ഇടയുണ്ട്. രാശിനാഥയായ ഭദ്രകാളി അമ്മയെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. മഞ്ഞ വസ്ത്രം ധരിച്ച് വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നത്, അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. വലിയ വ്യവസായ പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്ത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കും. പരീക്ഷകളിൽ വിജയസാധ്യത പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവും. പുതിയ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കും. വീട്ടിൽ ആഘോഷങ്ങളോ കുടുംബയോഗങ്ങളോ ചേരുവാനുള്ള യോഗം കാണുന്നു. സത്സംഗങ്ങളായാലും മതി. അകൽച്ചയിലുള്ളവരെ പ്രകോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുമെങ്കിലും എവിടെയോ ഒരു മനഃചാഞ്ചല്യം അനുഭവിക്കേണ്ടതായി വരും. പരിശ്രമത്തിലൂടെ പല നേട്ടങ്ങളും കൈവരും. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും. സംഭവബഹുലമായ പരിപാടികളിൽ ഏർപ്പെടും. നഷ്ടങ്ങൾ ഒരു പരിധിവരെ നികത്തപ്പെടും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നതും, രാജഗോപാല മന്ത്രം ജപിക്കുന്നതുമെല്ലാം
സൽഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഉന്നതി പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. രാഷ്ട്രീയ രംഗത്ത് പുരോഗതി ഉണ്ടാവും. പരസ്യ കമ്പനികളിൽ നിന്നും അല്പം പണം ലഭിക്കുവാൻ സാധ്യത തെളിഞ്ഞു വരുന്നു. തറവാട്ടിലെ ഉത്സവങ്ങളിൽ പങ്കുചേരുവാൻ അവസരം വന്നു ചേരും. കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവും. എല്ലാവരുമായി ഒത്തുചേർന്ന് മനസ്സിന് സന്തോഷം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. വീട് നവീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ക്ഷേത്ര ദർശനം നടത്തും. കലാകാരന്മാർക്ക് അല്പം അനുകൂലമായ ദിവസമാണ്. സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിക്കും. ഭാഗ്യം പല രീതിയിലും തുണയ്ക്കും. സർക്കാർ സഹായങ്ങൾ ലഭിക്കും. കേസുകൾ പ്രതികൂലമായി വരുവാനുള്ള സാധ്യതകളുണ്ട്. കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥനായ വിഷ്ണുമായ സ്വാമി ആഞ്ജനേയ സ്വാമി ധർമ്മശാസ്താവിവരെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം കൂടി പാരായണം ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചർച്ച, മധ്യസ്ഥത എന്നിവയിൽ വിജയിക്കും. ജോലിയിൽ അംഗീകാരങ്ങൾ ലഭിക്കും. ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്യും. വീട്ടിൽ കുടുംബയോഗങ്ങളോ സത്സംഗങ്ങളോ വിളിച്ചുകൂട്ടുവാൻ സാധിക്കും. പുതിയ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കും. അകൽച്ചയിലുള്ളവരെ ഏകോപിപ്പിക്കുവാൻ ശ്രമിക്കും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകുന്ന ദിവസമാണ്. സാമ്പത്തിക നില ഭദ്രമാവും. ജോലിക്കാര്യത്തിനായി ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം. പിതൃസ്വത്ത് അധീനതയിലാവും. ഏറെക്കാലമായുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. ഏജൻസി ഏർപ്പാടുകളിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം. കർമ്മരംഗം പുഷ്ടിപ്പെടും. പരീക്ഷാദികളിൽ വിജയിക്കും. ഊഹക്കച്ചവടത്തിൽ നിന്നും ആദായം ലഭിക്കും. ജോലിയിൽ മാറ്റം അനിവാര്യമാണ്. രാശിനാഥനായ ശനീശ്വരനെ, ധർമ്മശാസ്താവിനെ, ആഞ്ജനേയ സ്വാമിയെ, വിഷ്ണുമായ സ്വാമിയെയും മറ്റു ചാത്തൻ സ്വാമിമാരെയും അവരവരുടെ ഉപാസനയ്ക്കനുസരിച്ച് ഉപാസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നതും മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുന്നതും ദേവതകൾക്ക് കുടുംബ പരദേവതയ്ക്ക് നിവേദ്യമൊക്കെ കൊടുത്ത് ദൈവീകത അല്ലെങ്കിൽ ദൈവീക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരവിനേക്കാൾ ചെലവുകൾ വർദ്ധിക്കും. സുഹൃത് ബന്ധങ്ങളൊക്കെ സുദൃഢമാകും. ഗ്രഹോപകരണങ്ങൾ സ്വന്തമാക്കും. മാനസിക സംഘർഷം വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടും. ജോലിയിൽ സ്ഥിരത ലഭിക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സഹായം ലഭ്യമാകും. വാടക വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് മാറുവാനുള്ള യോഗം കാണുന്നു. ജോലി മാറ്റം ഗുണം ചെയ്യും. മാതൃകാപരമായി കാര്യങ്ങൾ ചെയ്യും. ശുഭപ്രതീക്ഷകൾ ഗുണഫലം നൽകും. ഇഷ്ടവിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അവസരം ലഭിക്കും. അന്യരിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ്. പുതിയ ജോലി സാധ്യത തെളിഞ്ഞു വരുന്നു. സന്തോഷാനുഭവങ്ങൾ വർദ്ധിക്കും. വ്യാപാരികൾക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വേണ്ടപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾ ഗുണം ചെയ്യും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാജഗോപാല മന്ത്ര അർച്ചന ചെയ്യുന്നത്, ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നത്, അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന് പാൽപ്പായസം നിവേദ്യം കഴിക്കുന്നത്, സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശ്വരനെ പ്രാർത്ഥിച്ച് സന്താനങ്ങളുടെ സദ്ഗതിക്കായി മധുരം ദാനം ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. 27 നക്ഷത്രക്കാരും അവരുടെ ശക്തിക്കൊത്തവണ്ണം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഭാഗ്യസൂക്തമോ രാജഗോപാല മന്ത്രാർച്ചനയോ ചെയ്യുന്നതും ഓം നമോ നാരായണായ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നതും സർവ ഗുണങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതിന് സഹായകമാകും.
എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മഞ്ഞപ്പട്ട് ഭഗവാന് സമർപ്പിക്കുന്നതും കദളിപ്പഴമൊക്കെ നിവേദിക്കുന്നതും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതിന് സഹായകമാകും. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.